നാടിന്റെ വികസനം ജനങ്ങളുടെ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന മഹാസമ്മേളനത്തിലാണ്, ഉജ്ജ്വല റാലിക്കാണ് ഈ ചുങ്കത്തറ നഗരം സാക്ഷ്യം വഹിച്ചു. നിരന്തരമായ പോരാട്ടത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ സിദ്ധാർത്ഥിലെ സുഹൃത്തുക്കളിലെ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്വരാജിന് നൽകുന്ന മഹാഭൂരിപക്ഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനപ്പുറത്ത് രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ജനാധിപത്യപരമായ അംഗീകാരത്തിന്റെ അലംഘനീയമായ പ്രഖ്യാപനമായി മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതുകൊണ്ട് 2021 നിലമ്പൂരിന്റെ ആ സാഹചര്യം കൂടുതൽ തെളിവോടെ കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്വരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കുക. ഏത് സ്ഥാനവും വഹിക്കാൻ സർവദാ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നല്ല നിർമ്മലമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിന് ഉണ്ടാകുന്നതിന് സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.